എല്ലാവർക്കും സുഖമല്ലേ? പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഓഡിയൻസ്. എല്ലാവർക്കും സുഖമല്ലേ? പോരാ വേറെ വേറെ ഏത് രീതിയിലാണെങ്കിലും അത് ഞാൻ ചെയ്യാൻ എന്താ പറയാ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ ഏത് രീതിയിലാണെങ്കിലും. പക്ഷെ ഇതില് എന്റെ ജോലി അതല്ല. അത് സിദ്ധാർത്ഥനെ ചോദിക്കണം. വോയിസ് എന്താണ് വോയിസ് എന്തായിരുന്നു? വോയിസ് കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അപ്പോ സിദ്ധിനോട് ചോദിക്കണം എന്താണ് ശബ്ദമായിട്ട് എന്നെ എന്തുകൊണ്ട് ചുമ്മാ ബിക്കോസ് ഇൻഫാക്ട് വിജയ് മൂലം ഞങ്ങൾ പാട്ടിന്റെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിനെക്കാട്ടും വേറെ ഒരു എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഒരു മോമെന്റ് തന്നതിന് ഐ വോണ്ട് ടു താങ്ക് ബോത്ത് വർഗീസ് അങ്കിൾ ആൻഡ് വിജയ്. ഈ ഒരു പടത്തിൽ അങ്ങനെ ഒരു പാർട്ട് ആവാൻ സാധിച്ചത് അവരുടെ മനസ്സിൽ ആ ലഡു പൊട്ടുപോ നോക്കാം നമുക്ക്. ഇത്രയും നാൾ ഞങ്ങൾ വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ കൃഷ്ണൻ സാർ എന്നുള്ള പ്രസ് മീറ്റിൽ ചെന്നൈയിൽ വെച്ചിട്ട് പ്രസിന്റെ അടുത്ത് മൊത്തം പൊട്ടിച്ചു. അതിനിപ്പോ നിങ്ങളുടെ എത്താൻ കുറച്ച് സമയം കൂടുതൽ സമയം വേണ്ട. പക്ഷെ അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇടയുണ്ട്. പക്ഷെ നിങ്ങൾ ചിലപ്പോ അതൊന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും. വൈറ്റ് ആൻഡ് ഗ്രേ ആണെങ്കിൽ it's funny that you did all three actually from grey to black and white. അങ്ങനെ ഒരു ക്രൂ വേണമെങ്കിൽ again it's like ശിഖ ഷപ്ന കുറെ ഇതില് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കർണാടക ഒക്കെ മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം എവറി ക്യാരക്ടർ സത്യരാജ് സർ ആൻഡ് ദുഷര ഈവൻ അരവിന്ദ് സർ ഞങ്ങൾക്ക് ഫാമിലീസ് ആയിട്ട് ഞങ്ങൾക്ക് കുറെ നാളൊരു പരിചയമുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം ഐ എം വർക്കിംഗ് വിത്ത് ഹിം ഓൾസോ. അപ്പോൾ സത്യരാജ് സാറിന്റെ ഒരു ഗൈഡൻസും തീർച്ചയായിട്ടും ഈ പടത്തിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് കൃഷ്ണ വാസ് വെരി ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടീവ് ആൻഡ് എൻകറേജിങ്. ആ ഒരു ക്യാരക്ടറിന് ആവശ്യമുള്ള അതിന് സിംഗ് സൗണ്ട് വരെയാണ്. അപ്പോൾ എൻ്റെ ഈ ശബ്ദം പൊതുവെ എല്ലാവർക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒരിക്കലും ഈ ഒരു ക്യാരക്ടറിൽ അത് അങ്ങനെ കേൾക്കുമ്പോൾ ഞാനാണെന്ന് അങ്ങനെ ഒരിക്കലും തോന്നാൻ പാടില്ല എന്നുള്ള എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ബട്ട് ഈ ഹെൽപ്പ് ഔട്ട് വിത്ത് ദാറ്റ്. സോ അതൊക്കെ ചില കാര്യങ്ങളാണ്. അതൊക്കെ എല്ലാം ക്രൂസ് ആണെന്ന് വെച്ചോളൂ. എനിക്കൊരു ഭയങ്കര എക്സൈറ്റിംഗ് ഇതാണ്. ഞാൻ പ്രീമിയർ ഇന്നലെ ചെന്നൈയിൽ ഞങ്ങൾ കണ്ടപ്പോൾ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇതില് എനിക്ക് അത്രയ്ക്കും ഒരു എഫേർട്ട് എടുത്ത് ഒരു ക്യാരക്ടറിലേക്ക് കയറാനുള്ള ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ